നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. സൽവാദോർ മുണ്ടോയിൽ സ്ത്രീയെ ആക്രമിച്ചു. സൽവാദോർ മുണ്ടോയിൽ 52-കാരിയായ സ്ത്രീയെ ആക്രമിച്ച കേസിൽ പൊർവോറിം പോലീസ് 2 പേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. സജ്ജൻ നാഗ്വേക്കർ, രാംദാസ് നാഗ്വേക്കർ എന്നിവർ സ്ത്രീയെ കത്തി, കല്ലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചതായും കടിച്ചതായും പരാതിയിൽ പറയുന്നു. വീടിന്റെ മേൽക്കൂര നന്നാക്കുന്നതിനിടയിലാണ് ആക്രമണം നടന്നതെന്ന് റിപ്പോർട്ട്. ഗോവയിൽ മൺസൂൺ സെഷൻ ജൂലൈ 22 മുതൽ. ഗോവ സ്റ്റേറ്റ് ക്യാബിനറ്റ് മൺസൂൺ സെഷൻ ജൂലൈ 22 മുതൽ വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചതായി ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തി. മഴക്കാലത്ത് കാർഷിക പരിസ്ഥിതി നയങ്ങൾക്ക് ഊന്നൽ നൽകുന്ന സെഷനിൽ 2023 സാമ്പത്തിക റിപ്പോർട്ട് പ്രകാരം 13.7% GDP സംഭാവനയുള്ള വിനോദസഞ്ചാര കൃഷി മേഖലയെ വികസനത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കും. കൂടാതെ പുതുതായി ആവിഷ്കരിച്ച ഗോവ സ്റ്റേറ്റ് ഹെറിറ്റേജ് പോളിസി നയങ്ങൾ ക്യാബിനറ്റ് അംഗീകരിച്ചതായും CM പറഞ്ഞു. 2024 യുനെസ്കോ അംഗീകരിച്ച 22 ഇന്ത്യൻ ഹെറിറ്റേജ് സൈറ്റുകളുടെ പശ്ചാത്തലത്തിൽ ഓൾഡ് ഗോവ പോലുള്ള സ്ഥലങ്ങളുടെ സംരക്ഷണവും ചർച്ചയാകും. അസോല്ല, അമ്പലി മേഖലയിലെ കണ്ടൽക്കാടിനെ കുറിച്ചുള്ള ജനകീയ പരാതികൾക്കും പരിഹാരം തേടിയേക്കും. ഗോവ സർക്കാർ ജൂലൈ മുതൽ പവർ മീറ്ററുകൾ സ്മാർട്ട് മീറ്ററുകളാക്കി മാറ്റും. 2 വർഷത്തെ കാലതാമസത്തിന് ശേഷം ഗോവ സർക്കാർ ജൂലൈ മുതൽ ഇലക്ട്രോണിക് പവർ മീറ്ററുകൾ സ്മാർട്ട് മീറ്ററുകളാക്കി മാറ്റാൻ തയ്യാറെടുക്കുന്നു. ഡിജി സ്മാർട്ട് നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡും DWD ലിമിറ്റഡും ചേർന്ന് 10 വർഷത്തേക്ക് 9 ലക്ഷം സ്മാർട്ട് പ്രീപെയ്ഡ് മീറ്ററുകൾ സ്ഥാപിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. അഡ്വാൻസ്ഡ് മീറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിയുടെ ഭാഗമായി DBF മോഡലിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. DWD വയർലെസ് IoT മൊഡ്യൂളുകൾ നൽകും. ഡിജി സ്മാർട്ട് നെറ്റ്വർക്ക് സ്ഥാപനം നിർവഹിക്കും. 396 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി 2021 467 കോടി രൂപയോടെ അംഗീകരിക്കപ്പെട്ടിരുന്നു. ഗോവ വൈദ്യുതി വകുപ്പ് ലൈൻമാൻമാർക്ക് സ്മാർട്ട് ഹെൽമറ്റുകളും വാച്ചുകളും നൽകും. ഗോവ വൈദ്യുതി വകുപ്പ് ലൈൻമാൻമാർക്ക് 100 സ്മാർട്ട് ഹെൽമറ്റുകളും സ്മാർട്ട് വാച്ചുകളും നൽകും. വൈദ്യുതി ലൈനുകളിലും ട്രാൻസ്ഫോർമറുകളിലും ജോലി ചെയ്യുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാനാണിത്. ഗോവ എഞ്ചിനീയറിംഗ് കോളേജ് വികസിപ്പിച്ച ഈ ഉപകരണങ്ങൾ വൈദ്യുതി ചോർച്ചയും മറ്റ് അപകടങ്ങളും കണ്ടെത്തി ഉപയോക്താക്കളെ അപകട സാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. അടുത്തിടെ ലൈൻമാൻമാരുടെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് സുരക്ഷ ഉറപ്പാക്കാൻ പവർ മന്ത്രി രാംകൃഷ്ണ ധവലിക്കർ ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. ഫീൽഡ് വർക്കർമാർക്ക് തത്സമയ അപകട കണ്ടെത്തൽ നൽകി സുരക്ഷിതമായ ജോലി സാഹചര്യങ്ങൾ ഉറപ്പാക്കാൻ ഈ സ്മാർട്ട് ഉപകരണങ്ങൾ ലക്ഷ്യമിടുന്നു. 2025 സംസ്ഥാന പൈതൃക നയം ഗോവ മന്ത്രിസഭ അംഗീകരിച്ചു. മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിന്റെ നേതൃത്വത്തിലുള്ള ഗോവ മന്ത്രിസഭ 2025 സംസ്ഥാന പൈതൃക നയം 200-ലധികം ചരിത്ര പുരാവസ്തു പൈതൃക സ്ഥലങ്ങളും 100-ലധികം സ്വകാര്യ പൊതു പൈതൃക കെട്ടിടങ്ങളും സംരക്ഷിക്കാൻ അംഗീകരിച്ചു. സ്വകാര്യ പൈതൃക വീടുകളുടെ സംരക്ഷണത്തിന് സാങ്കേതിക സാമ്പത്തിക പിന്തുണ നൽകുകയും ടൂറിസം ആവശ്യങ്ങൾക്കായി അവയുടെ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഡിസംബറിൽ തയ്യാറാക്കിയ ഈ നയം 14 പ്രധാന മേഖലകളെ ഉൾക്കൊള്ളുന്നു. 46 നാടൻ കലാരൂപങ്ങളും 61 പരമ്പരാഗത തൊഴിലുകളും അംഗീകരിക്കുന്നു. ഫോറസ്റ്റ് റൈറ്റ്സ് ക്ലെയിമുകൾ പരിശോധിക്കാൻ പുതിയ സർവേയറെയും മന്ത്രിസഭ അംഗീകരിച്ചു. കലങ്കൂത്തിലെ ഹോട്ടൽ കൃഷ്ണയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ആക്രമിച്ചതിന് 2 പേർ അറസ്റ്റിൽ. കലങ്കൂത്തിലെ ഹോട്ടൽ കൃഷ്ണയിൽ 2 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ആക്രമിച്ചതിന് അഗസൈൻ പോലീസ് കർണാടകയിലെ ഹൂബ്ലിയിൽ നിന്നുള്ള ആൽഫർട്ട് മുജാവർ, പൊർവോറിമിലെ ഓം നായിക് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ജൂൺ 7 കാണാതായ 15, 13, 11 വയസ്സുള്ള 3 പെൺകുട്ടികളെ ജൂൺ 8 രക്ഷപ്പെടുത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ്. ഹോട്ടലിൽ നിന്ന് പെൺകുട്ടികളെ കണ്ടെത്തി പ്രതികളെ അവിടെ വെച്ച് പിടികൂടി. ഭാരതീയ ന്യായ സംഹിത, ഗോവ ചിൽഡ്രൻസ് ആക്ട്, പോക്സോ ആക്ട് എന്നിവ പ്രകാരം FIR ഫയൽ ചെയ്തു. പെൺകുട്ടികളെ ബാംബോളിമിലെ വിക്ടിം അസിസ്റ്റന്റ് യൂണിറ്റിലേക്ക് അയച്ചു. കലങ്കൂത്ത് ഹോട്ടലിലെ പീഡന കേസിലെ 2 പ്രതികൾ അറസ്റ്റ് ദിനത്തിൽ ഗോവ മെഡിക്കൽ കോളേജിൽ വൈദ്യ പരിശോധനയ്ക്കിടെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പോലീസ് കൺട്രോൾ റൂം ഡ്രൈവർ അവരെ തടഞ്ഞു. ഒരാൾ പോലീസുകാരൻ്റെ മകനും മറ്റൊരാൾ കർണാടകയിൽ നിന്നുള്ള യുവാവുമാണ്. 2 കോൺസ്റ്റബിൾമാർ മാത്രമാണ് ഇവരെ എസ്കോർട്ട് ചെയ്തത്. അവസരം മുതലെടുത്ത് പ്രതികൾ ഓടി. എന്നാൽ PCR ഡ്രൈവർ ഇടപെട്ടു. സംഭവത്തിൽ ഹോട്ടൽ ഉടമ രജിത് ചൗഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹോട്ടൽ മാനേജർ മൻസൂർ പീറിനെതിരെയും പ്രത്യേക FIR ഫയൽ ചെയ്തിട്ടുണ്ട്. ലംഘനങ്ങൾക്ക് ഹോട്ടൽ പൂട്ടും.
വൈറൽ വീഡിയോ പ്രകോപനത്തിന് ശേഷം കലങ്കൂത്ത് പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തു. ജൂൺ 8-ന് റെസ്റ്റോറന്റ് ജീവനക്കാരെ ആക്രമിക്കുന്ന വീഡിയോ വൈറലായതിനെ തുടർന്ന് കലങ്കൂത്ത് പോലീസ് അഭിഷേക് സുതാർ, ദീപക് കുമാർ സിംഗ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും പോലീസ് നടപടിയെടുക്കാത്തതിനെതിരെ പൊതുജന രാഷ്ട്രീയ പ്രതിഷേധത്തെ തുടർന്നാണ് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അറസ്റ്റ്. മദ്യപിച്ച പ്രതികൾ ബില്ലടയ്ക്കാൻ വിസമ്മതിച്ച ശേഷം ജീവനക്കാരെ ആക്രമിക്കുകയും രാഷ്ട്രീയ ബന്ധങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. 20 സെക്കൻഡ് വീഡിയോ അവർ ഇടിച്ചും തൊഴിച്ചും ഫർണിച്ചർ നശിപ്പിക്കുന്നത് കാണിച്ചു. 60 മണിക്കൂർ വൈകിയ അറസ്റ്റിനെ കോൺഗ്രസ് നേതാവ് അമിത് പട്കർ വിമർശിച്ചു. ഗോവയിലെ ടൂറിസ്റ്റ് മേഖലയിൽ നിയമനിർവഹണത്തിന്റെ തെരഞ്ഞെടുപ്പ് സമീപനത്തെക്കുറിച്ച് ആശങ്ക ഉയർത്തി. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.